പെർഫോമൻസ് ഒരു എംപ്ലോയി എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായുള്ള ഹിസ്റ്ററി കിട്ടുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള നല്ല രീതിയിലുള്ള ഓപ്ഷൻ കൂടെ ഇവിടെ ഉണ്ട്. മീൻസ് ഫിൽറ്റേർഡ് ആയിട്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന ലൊക്കാലിറ്റിയിലുള്ള ഇന്ന സ്കോറുള്ള ഇന്ന എംപ്ലോയീസിനെ ഫിൽറ്റർ ചെയ്ത് എടുക്കണം നമുക്കൊരു ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ കാലിക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഇത്ര സ്കോറുള്ള എംപ്ലോയിനെ എനിക്ക് വ്യൂ ചെയ്യണം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കത് ഫിൽറ്റർ ചെയ്തിട്ട് അത്തരത്തിലുള്ള കാൻഡിഡേറ്റ്സിനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മറ്റേതിൽ നമുക്ക് CV ഡൗൺലോഡ് ചെയ്യാൻ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. ഇവിടെ നമുക്ക് ഇത്ര സ്കോറുള്ള ഇങ്ങനെ പെർഫോം ചെയ്യുന്ന ആൾക്കാരെ കണ്ടെത്താൻ വളരെ ഈസിയാണ് എന്നുള്ളതാണ്. ക്രൈക്ക് ത്രൂ ആണെങ്കിൽ സാധിക്കും എന്നുള്ളത്. മറ്റേത് നമുക്ക് ചിലപ്പോൾ ഒരു 5000 ഡാറ്റ ചിലപ്പോൾ അവർ തരും, 5000 CVs തരും. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഡിറ്റഡ് ആയിട്ടുള്ള CVs ആയിരിക്കാം. അതൊക്കെ ഷോർട്ട് ഔട്ട് ചെയ്തിട്ട് ആ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സും കാര്യങ്ങളും കഴിഞ്ഞ് ആ ഒരു പ്രോസസ്സ് ഇവിടെ ഇല്ല. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. കംപ്ലീറ്റ്ലി ഓൾറെഡി നമുക്ക് ക്യാപ്ചേർഡ് ആണ്, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഇവിടെ കിട്ടുകയാണ്. സെക്കൻഡ് റൗണ്ടിലേക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രൈക്ക് ത്രൂ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആ ഒരു വരുന്നത്. ഫസ്റ്റ് റൗണ്ടിൻ്റെ ഒരു ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ്. പ്രൈമറി കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി ഇവിടെ കിട്ടുന്നുണ്ടല്ലോ.